ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള ഒരുക്കപ്പാടിലാണെന്നുള്ള ഒരു സൂചന ലഭിച്ചതോടുകൂടി സ്വർണ്ണ വിപണിയിൽ ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു. ഇന്ന് രാവിലെയും മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുമ്പോഴും ഉച്ചയോടുകൂടി മാർക്കറ്റുകൾ ഇടിവിലാണ് നിൽക്കുന്നത്. സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇതൊരു സുവർണാവസരമാണ്. ഒരുപക്ഷെ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് നേരിട്ടേക്കാം. നാളെ ബുധനാഴ്ച പണപ്പെരുപ്പത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ ഒരുപക്ഷെ നാളെ കഴിഞ്ഞ് സ്വർണ്ണവില ഇനി എങ്ങോട്ട് എന്ന് പ്രവചിക്കാനാവും. അതേപോലെ സെപ്റ്റംബർ മാസത്തോടു കൂടി പലിശ നിരക്ക് കുറക്കുകയാണെങ്കിലും സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 760 രൂപ കൂടി 52,520 എത്തുകയായിരുന്നു. ഇന്നലെയും സ്വർണ്ണവില ഒരു പവന് 200 രൂപ കൂടി 51,760 വ്യാപാരം നടന്നത്. അതേസമയം 24K തങ്കം വില രാവിലെയോടുകൂടി 7,150 ഉയർന്നെങ്കിലും ഇപ്പോൾ ഉച്ചയോടുകൂടി 5 രൂപ ഇടിഞ്ഞ് 7,165 വ്യാപാരം നടക്കുന്നത്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ ഇടിവ് കാരണം ഒരു പവന് 200 മുതൽ 400 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വില ഇന്ന് 1 രൂപ കൂടി ഗ്രാമിന് 88 10 ഗ്രാമിന് 880 വ്യാപാരം നടക്കുന്നത്. ഏവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ഇനി എങ്ങോട്ട് ഇപ്പോൾ വിൽക്കണോ എന്നാണ്. സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ് തന്നെയാണ് ടുഡേ ഗോൾഡ് റേറ്റ് പറയുന്നത്. കാരണം ഡോളറിന്റെ കണക്ക് 2,400 കടന്നിട്ടും 24K തങ്കം വിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടാത്തത് സ്വർണ്ണ വിപണിയിൽ വീണ്ടും ആശങ്കയുണ്ടാക്കുന്നു. സ്വർണ്ണവില വീണ്ടും കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.